അതുകൊണ്ട് അതിനു യെസ്. മുമ്പ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ താങ്കളോടൊരു ഒരു കാര്യമൊന്ന് ചോദിച്ചോട്ടെ. താങ്കളുടേതായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ കാണാൻ ഇടയായി. അതിലേക്കൊന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയും തിരിക്കുകയാണ്. രാജിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും പാർട്ടിയും നൽകിയ ഇടത് നിരീക്ഷകൻ എന്ന പദവി ഞാൻ രാജിവെച്ചിരിക്കുന്നു. ഇന്ന് വരെ വാങ്ങിയ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഞാൻ സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചടച്ചു. ഔദ്യോഗിക വാഹനം, ഡ്രൈവർ, ഗൺമാൻ എന്നിവ ഞാൻ തിരിച്ചയച്ചു. ഔദ്യോഗിക വസതിയും ഒഴിഞ്ഞു. ചാനൽ ചർച്ചകളിലെ മണിക്കൂറുകൾ നീളുന്ന അധ്വാനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് കരുതുന്നത് കൊണ്ട് ഞാൻ ഇനി മുതൽ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് അത് കഴിഞ്ഞ ഒരു സെൻസ് കൂടി പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കൂ. ഇത് ആർക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്? താങ്കൾ ആരോടാണ് താങ്കൾ ഇത് പറയുന്നത്? ഇതൊരു പരിഹാസമാണോ? എന്താണ് മനസ്സിലാവുന്നില്ല. അല്ല മഞ്ജുഷ്, അത് ഇപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നു വരുന്ന ചില വിക്രിയകൾ കണ്ട് എനിക്ക് ഞാൻ സാധാരണഗതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനെ ഇടപെടുന്ന ആളല്ല. അപ്പോ അത്തരത്തിലൊരു വിക്രിയകൾ കണ്ടപ്പോ തോന്നിയ തമാശയാണത്. കാരണം ഇടതു നിരീക്ഷകനെ ആരോ നൽകിയ ഔദ്യോഗിക പദവി എന്ന അർത്ഥത്തിൽ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഇടതു നിരീക്ഷകനെന്നോ CPM സഹയാത്രികനെന്നോ ഒക്കെ ആയിരിക്കും ചാനലുകാരുടെ മനോധർമ്മം അനുസരിച്ചാണ് പലപ്പോഴും അത്തരം പദവികൾ എഴുതി വെക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ ഇടതു നിരീക്ഷകരായി വരുന്നവരെ ഇങ്ങനെ പരിഹസിക്കുന്ന പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് പരിഹസിക്കുന്നത് കണ്ട് സ്വാഭാവികമായും വന്നുപോയ ഒരു കമന്റാണത്. ഞാൻ ചോദിക്കട്ടെ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, താങ്കൾ ഇങ്ങനെ ഇടത് നിരീക്ഷകൻ, CPM സഹയാത്രികൻ എന്നീ റോളുകളിൽ ഒരു ചോദ്യം, ഒരു തമാശയ്ക്ക് ചോദിക്കാനാണ് ഒരു ചോദ്യം. ഒന്ന്, അങ്ങും റെജി ലൂക്കോസിന്റെ വഴിയിലാണോ എന്ന് ഞങ്ങളെ പോലുള്ള ആളുകൾ സംശയിക്കുന്നു. അത് നിർദോഷമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങുമായിട്ടുള്ള അടുത്ത പരിചയത്തിന്റെ പുറത്ത്. അങ്ങനെ വല്ലതും ഉണ്ടോ ഇതിന്റെ അകത്തുനിന്നും കൂടെ ഒന്ന് ചോദിക്കുകയാണ്. ശ്രീ സേനാപതി വേണു, ഞാനൊരു പ്രത്യയശാസ്ത്ര അടിത്തറയുടെ ഭാഗമായിട്ടാണ് ജീവിതത്തിലുടനീളം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ആ പ്രത്യയശാസ്ത്ര അടിത്തറ അങ്ങനെ അങ്ങ് കീഴ്മേൽ മറിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്തില്ല. ഞാനിപ്പോ നമ്മളൊക്കെ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ ലാഭങ്ങൾക്ക് വേണ്ടിയോ അല്ല. ഒരു കാര്യം കൂടി ഹസ്കർ, ഇപ്പോൾ CPM സഹയാത്രികൻ, ഇടത് നിരീക്ഷകൻ, ഈ രണ്ട് കാര്യങ്ങളുമാണ്, രണ്ട് രീതിയിലാണ് താങ്കളെ അഭിസംബോധന ചെയ്യാറുള്ളത്. താങ്കൾ CPMന്റെ പാർട്ടി മെമ്പറുമാണല്ലോ. അപ്പോൾ താങ്കളെ കഴിഞ്ഞ ദിവസം അങ്ങനെ ചാനൽ ചർച്ചകളിൽ ഈ വേഷത്തിൽ പോവുകയാണെങ്കിൽ, CPM സഹയാത്രികൻ, ഇടത് നിരീക്ഷകൻ അങ്ങനെ പോവുകയാണെങ്കിൽ പാർട്ടിയുടെ നിലപാട് തന്നെ പറയണം എന്ന താക്കീത് നൽകിയതാണല്ലോ. താങ്കൾ അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചതുകൊണ്ട് ഇപ്പോൾ താങ്കൾ ആ നിലപാടാണ് ഇവിടെ പറഞ്ഞത്. പാർട്ടിയുടെ നിലപാട് തന്നെയാണല്ലോ ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞത്. അപ്പോൾ പിന്നെ CPM സഹയാത്രികൻ എന്ന പേര് മാറ്റേണ്ടതുണ്ടോ? ഈ രാഷ്ട്രീയ നിരീക്ഷകനായി പരിണാമം അതിന്റെ ആവശ്യമുണ്ടോ? അല്ല, ഇതില് മഞ്ജുഷ അങ്ങേക്ക് അറിയാലോ കൃത്യമായിട്ട്. കാരണം ഇത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയണമെന്നില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ നിരീക്ഷകനെന്നോ ഔദ്യോഗിക വക്താക്കളല്ലാത്ത ആളുകളെ പല പേരുകളിലാണ് പലപ്പോഴും അവതരിപ്പിക്കാറുള്ളത്. അത്തരത്തിൽ എനിക്ക് കിട്ടിപ്പോയ ഒരു പട്ടം മാത്രമാണ് ഇടതു നിരീക്ഷകൻ എന്നുള്ളത്. സ്വാഭാവികമായും സൈബർ ലോകത്ത് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിനെ പരിഹസിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കമന്റ് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. എന്റെ ബോധ്യങ്ങളും എന്റെ വർത്തമാനങ്ങളും ഒരുപോലെ തന്നെയായിരിക്കും. ഞാൻ ആ ബോധ്യങ്ങളിൽ നിന്നാണ് അതായത് താങ്കൾക്ക് പാർട്ടിയുടെ നിലപാടിൽ നിന്ന് പലപ്പോഴും വ്യതിചലിച്ചും മറുപടി പറയേണ്ടി വരും അല്ലേ? അതാണല്ലോ അതിന്റെ അർത്ഥം. അല്ല, നിശ്ചയം അതിന്റെ ഒരു സ്വാതന്ത്ര്യം കൂടി ഞാൻ എടുക്കുന്നു എന്നുള്ളത്. ഇന്നത്തെ ചർച്ചയിൽ എന്തായാലും CPM സഹയാത്രികൻ മതിയല്ലോ ഇല്ലേ? കാരണം സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നിലപാടിന് വ്യത്യസ്തമായി താങ്കളൊന്നും പറയുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ? അങ്ങനെ പറയാറില്ല താങ്കൾ സാധാരണയായി? ഇല്ല, അങ്ങനെയല്ല. ഓരോ വിഷയങ്ങൾ പ്രശ്നാധിഷ്ഠിതമാണല്ലോ. ആ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള വിഷയങ്ങളെയാണ് ഞാൻ സമീപിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ നിലപാടുകൾ പറയുന്നത്. ശരി ശരി. അത് രാജിവെച്ചു എന്ന് കേൾക്കുമ്പോൾ ഇനി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതാണോ എന്നൊക്കെയുള്ള മറ്റൊരു ചാനലിൽ പറഞ്ഞത് ഭാരതത്തിൽ ചെമ്പുലരി ഉണ്ടാകുന്നത് സ്വപ്നം കാണുന്ന ഒരാളാണ് താനെന്ന് ഈയിടെ 2 ദിവസം മുമ്പേ ഒരു ചാനലിൽ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രത്യാശ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റിൽ ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കേട്ടത് ഞാൻ. അല്ല, നിശ്ചയമായും ഞാൻ അത് ആ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഞാനൊരു റൊമാൻറ്റിക് കമ്മ്യൂണിസ്റ്റ് ആണ്. സ്വാഭാവികമായി ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ ചെങ്കൊടി ഉയരും എന്ന് പ്രതീക്ഷിച്ച് ഇപ്പോഴും കഴിയുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ അതാണ് ആ ചർച്ചയിലും പറഞ്ഞത്. അത് തന്നെയാണ് എന്റെ ബോധ്യവും. ശരി, നമുക്ക് ഈ ചർച്ചയിലേക്ക് തന്നെ വരാം. ശ്രീ ഉല്ലാസ് ബാബു, എങ്ങനെ കാണുന്നു ഇന്നത്തെ അറസ്റ്റിനെ, ശബരിമല തന്ത്രിയുടെ? ബഹുമാനായിട്ടുള്ള ശ്രീ ഹസ്കർ പറഞ്ഞ അങ്ങ് റൊമാൻറ്റിക് കമ്മ്യൂണിസ്റ്റ് ആണ്. നല്ല കാര്യം. റൊമാൻറ്റിക് കമ്മ്യൂണിസം എന്ന് പറയപ്പെടുന്ന നിലനിൽക്കാത്ത ഒരു കമ്മ്യൂണിസമാണ്. കാരണം ആ റൊമാൻസ് വരണ ഫീലിംഗ് ഉള്ള സമയത്ത് മാത്രമല്ലേ ആ കാഴ്ചപ്പാടുണ്ടാവുള്ളൂ. റൊമാൻറ്റിക് ആയിട്ട് ജീവിതകാലം നടക്കാൻ പറ്റില്ലല്ലോ.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫീലിംഗ് പോകുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പൊട്ടയാണെന്ന് അങ്ങ് തീരുമാനിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഒരു കാലഘട്ടത്തിൽ ചെങ്കോട്ടയിൽ അങ്ങനെ ഒരു ചെങ്കൊടി ഉയരില്ല എന്ന ബോധ്യം, ആ റൊമാൻസ് പോകുന്ന സമയത്തെങ്കിലും അങ്ങക്ക് ബോധ്യം ഉണ്ടാകണം. ഫീൽ വരുന്ന സമയത്ത് ആയിക്കോട്ടെ, അതൊക്കെ ഒരു മനുഷ്യനല്ലേ, അങ്ങനത്തെ ഫീലുള്ള സമയത്ത് ആയിക്കോട്ടെ. എന്തായാലും 4 അക്ഷരത്തിൽ നിന്ന് 3 അക്ഷരത്തിലേക്കുള്ള അങ്ങയുടെ യാത്രയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും അങ്ങയുടെ എല്ലാ ആശംസകളും. അത് ഭയങ്കരമായി. രണ്ടാമത്തെ കാര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം നിലപാട് വിശ്വാസികൾക്കാണ് ഇത് മുറിവേറ്റപ്പെട്ടിട്ടുള്ളത്. ആ വിശ്വാസികളുടെ മുറിവിനെ ആരാണോ മുറിച്ചത് ആ മുറിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകണം. ആ മുറിച്ചത് കൃത്യമായിട്ട് സർക്കാർ അന്വേഷിക്കാതിരുന്ന സമയത്തും സർക്കാരുകൾ അതിൽ വേണ്ട നടപടി എടുക്കാതിരുന്ന സമയത്തുമാണ് എന്തുണ്ടായത്, കോടതി ഇടപെട്ടത്. ഇത് സർക്കാരിന്റെ വിജയമായിട്ട് മെനുകടിക്കേണ്ടതില്ല. ഒന്നും സർക്കാരിന്റെ വിജയമായിരുന്നില്ല. ശബരിമല ഇത്രയും കാലമായിട്ട് സംരക്ഷിത മേഖലയായി ഇരിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരുത്തൻ വന്ന് തോന്നിയങ്കാവ് പോലെ അഴിക്കലും കെട്ടലുമായിട്ട് നടന്നു കൊണ്ടുപോയത് മുഴുവൻ ഈ സർക്കാരിന്റെ കൺമുമ്പിലായിരുന്നു. സേനാപതി വേണുവിനോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, അങ്ങ് ഇതിന്റെ ഇടയിൽ പറയുന്നത് വാസു സാർ, അങ്ങ് അങ്ങനെ പറയരുത് സേനാപതി വേണു. കാരണം അങ്ങൊക്കെ എത്രയോ വലിയ ആളാണ്. അങ്ങ് ആരെയും കക്കാനും പിടിച്ചു പറിക്കാനും പോയിട്ടില്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമല്ലേ. വാസുവിന്റെ ഇന്നത്തെ സ്റ്റൈൽ എന്താണ്, വാസുവിന്റെ ഇന്നത്തെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങ് പെരുമാറുമെന്ന് വിചാരിക്കുന്നു. വാസു ആരാണ് പത്മകുമാർ, എന്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്? പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണ്, പൊളിറ്റിക്കൽ തീരുമാനമാണ് എല്ലാം. ആ പൊളിറ്റിക്കൽ തീരുമാനത്തിന് കൃത്യമായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്ത് അവിടെ കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയാണ് ചെയ്തത്. അവിടെ തന്ത്രി എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ തീരുമാനത്തിനെ അദ്ദേഹം അറിഞ്ഞോ അറിയാതെ കൊണ്ടോ നിന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ മന്ത്രിയെ രക്ഷിക്കാനാകരുത് തന്ത്രിയെ കുടുക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. മന്ത്രിയെ രക്ഷിക്കാനാകരുത് തന്ത്രിയെ കുടുക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി പറയുന്നു. തന്ത്രിയെ കുടുക്കുന്നത് എന്നാണോ താങ്കൾ പറയുന്നത്? തന്ത്രിയെ കുടുക്കുന്നു എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് കുടുക്കലാണോ അത്? മന്ത്രിയെ രക്ഷിക്കാനാകരുത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം. ഇനി നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഞാൻ RV ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ. അതാരാണെങ്കിലും കൃത്യമായിട്ട് തന്നെ അന്വേഷണം നടക്കട്ടെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനു മുൻപ് ഇവർ കൊടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള സുധീഷ് കുമാർ കൊടുത്ത റിപ്പോർട്ടുകളിലോ അതിനു മുൻപ് ഇവരാരെങ്കിലും കൊടുത്ത മൊഴികളിലൊന്നും തന്ത്രിക്ക് ഇങ്ങനൊരു പങ്കാളിത്തമുണ്ടെന്നോ ഇങ്ങനൊരു സംശയാസ്പദമായ കാര്യങ്ങളുണ്ടോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് പൊതുമണ്ഡലത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഇങ്ങനൊരു തിടുക്കമായിട്ടുള്ള തീരുമാനം എടുക്കുന്ന സമയത്ത് ഇവർ എന്തിനാണ് തീരുമാനമെടുത്തത് കോടതിയിൽ സ്വാഭാവികമായിട്ട് അവർ പറയുമ്പോൾ, പക്ഷെ കോടതിയുടെ മേൽനോട്ടമുണ്ട് ശ്രീ ഉല്ലാസ് ബാബു. കോടതിയുടെ മേൽനോട്ടം അവിടെ അപ്പോൾ സർക്കാരിന്റെ ഇടപെടൽ സാധ്യമാണോ ഇല്ലയോ? ഇതാണ് CPM-ന്റെ ഒരു അവകാശവാദം. അതാണല്ലോ, അവിടെ കോടതി നേരിട്ടാണ് അന്വേഷണം നടത്തുന്നത്. അല്ല, CPM-ന്റെ അവകാശവാദമൊക്കെ നമുക്ക് നല്ല ബോധ്യമുള്ള കാര്യമല്ലേ. CPM-ന്റെ അവകാശവാദം എന്തായിരുന്നു? പത്മകുമാറും വാസുവും ഇതൊക്കെ ചെയ്ത സമയത്ത് CPM പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല, അത് ഉദ്യോഗസ്ഥന്മാർ ചെയ്തതെന്നല്ല അവർ ആദ്യം പറഞ്ഞു. പിന്നെ ഒരു രണ്ടാമതെടുത്തൊരു ടേക്ക് എന്താ, അത് വേറെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘടനയിൽപ്പെട്ട ആളുകൾ ചെയ്തൊരു സൂത്രപ്പണിയാണെന്നല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഉദ്യോഗസ്ഥരുടെ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേൽ ഇടപെടൽ സർക്കാർ നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. അങ്ങനെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ? അതാണ് ഞാൻ പറഞ്ഞത്. മഞ്ജുഷ, ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കോടതിയുടെ മേൽനോട്ടമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും കോടതി തന്നെയാണ് ഇത് കണ്ടെത്തിയത് എന്നുള്ളത് സത്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയ സർക്കാർ അതിനകത്ത് പൊളിറ്റിക്കൽ തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ഇതിനു മുൻപുള്ള മന്ത്രിമാരടക്കമുള്ള ആളുകളോട് കൃത്യമായിട്ട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് തന്നെ അവരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ എടുക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒപ്പം തന്നെ പത്മകുമാറിനോട് ഇപ്പോഴും ഇവര് കാണിക്കുന്ന സമീപനം എന്താണ്, വാസുവിനോട് ഇവരെ കാണിക്കുന്ന സമീപനം എന്താണ്? ഇനി പത്മകുമാറിനും വാസുവിനും ഇതിന്റെ പുറകിലുള്ള നിരവധി കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ, ഞാൻ കൃത്യമായി അടിവരയിട്ട് പറയട്ടെ, പത്മകുമാറിനും വാസുവിനും ഇതിന്റെ പുറകിൽ ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് അറിയാമായിരുന്നുവെങ്കിൽ അന്നത്തെ സർക്കാരിനോട് ഇവർ എന്തുകൊണ്ട് അത് അറിയിച്ചില്ല? അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല. ദേവസ്വം മന്ത്രി അറിയിക്കാൻ, ദേവസ്വം മന്ത്രിക്ക് മുഖ്യമന്ത്രി അറിയിക്കാൻ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് ക്യാബിനറ്റിനോട് വിഷയം പറഞ്ഞ് അന്വേഷണം നടത്തി കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാൻ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല. 9-10 കൊല്ലമായിട്ട് ഈ കാര്യങ്ങളൊന്നും ഇവർക്ക് മനസ്സിലായില്ല എന്നാൽ ഇവർ അത് അറിഞ്ഞിട്ട് മിണ്ടാതെ അതിലടച്ചിരുന്ന് കരഞ്ഞു എന്നാണോ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്? പത്മകുമാറും വാസുവും
അപ്പോൾ ദേവസ്വം മന്ത്രിയോട് പറയേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ദേവസ്വം വിജിലൻസിനെ വെച്ച് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ, വിജിലൻസിന്റെ കയ്യിൽ കിട്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കുള്ള അന്വേഷണ ഏജൻസിക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ, സർക്കാരിനെ അറിയിക്കേണ്ട കാര്യങ്ങൾ, ഒംബുഡ്സ്മാനെ അറിയിക്കേണ്ട കാര്യങ്ങൾ, കോടതി അറിയിക്കേണ്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊന്നും ചെയ്യാത്ത മഹാന്മാരാണല്ലോ വാസുവും പത്മകുമാറും അടക്കമുള്ള ആളുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ അപ്പോയിന്റ്മെന്റുകളിൽ കൃത്യമായിട്ട് രാഷ്ട്രീയ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഒരു കാര്യമേ വിശ്വാസികൾക്ക് അറിയാനുള്ളൂ, എന്താണ്? ശബരിമല എന്ന് പറയപ്പെടുന്ന ആ ക്ഷേത്രത്തിനകത്ത് വിശ്വാസികൾ പോകുന്നത് അയ്യപ്പനെ കാണാനാണ്. വാസുവിന്റെ വേഷം കെട്ട് കാണാനല്ല, പത്മകുമാറിന്റെ വേഷം കെട്ട് കാണാനല്ല, പോറ്റിയുടെ കള്ളത്തരം കാണാനല്ല. സ്വാഭാവികമായിട്ട് അയ്യപ്പനെ വിശ്വസിച്ച് അയ്യപ്പനിലേക്ക് സമർപ്പിച്ച് ഭഗവാനെ സമർപ്പിച്ച് പോരുന്ന സമയത്ത് ആ സമർപ്പിതമായ കാര്യങ്ങൾ ഇവർ ഇങ്ങനെ സൗകര്യാർത്ഥം ഊരിക്കൊണ്ടുപോകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.